പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ആ വലിയൊരു വടിയും കൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണോ സാറേ വടി എന്ന് ചോദിക്കുമ്പോൾ ഇതല്ല, തൽക്കാലം ഇതായാലും മതി എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അലീനയുടെ കയ്യിൽ നിന്ന് ആ വടി അങ്ങ് വാങ്ങിക്കും കേട്ടോ. അപ്പോൾ അലീന വൈജയന്തിനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് പിന്നെ ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ സാറേ, സാറിന് എലിയുടെ ശല്യം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ്, എലിയുടെ ശല്യമൊന്നുമില്ല, ചില കടലാസ് പുലികളുടെ ശല്യമുണ്ട് എന്നിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ നിനക്കെൻ്റെ ചൂടറിയാലോ, നീ കൊടുത്തയക്കുന്ന ഫുഡ് എൻ്റെ പാകത്തിനുള്ള ചൂടില്ലെങ്കിൽ അത് ആ ഫുഡ് കൊണ്ടുവരുന്നവർക്കും ഇത് വെച്ച് നല്ല അടി കിട്ടുമെന്ന് അറിയാണ്. ഇനിയിപ്പോൾ നീയാണ് ആ ഫുഡ് കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ചൂടില്ലെങ്കിൽ, എൻ്റെ പാകത്തിനുള്ള ചൂടില്ലെങ്കിൽ നിനക്കും ഈ വടിയുടെ ചൂട് അറിയാം എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, എന്നെ തല്ലിക്കോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കിതുവരെ ഒരച്ഛൻ്റെ അടി കിട്ടിയിട്ടില്ല എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് അലീനയോട് നല്ല ചൂടിൽ ഒരു മസാല ദോശ എടുക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയക്ക്. അത് കഴിഞ്ഞ് പിന്നീട് ബാലേന്ദ്രനാണെങ്കിൽ ആ വടിയും പിടിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ വൈജയന്തി പെട്ടെന്ന് തന്നെ അവിടുന്ന് അലീന പോയി കഴിഞ്ഞപ്പോൾ അവിടുന്ന് വേഗം റൂമിലേക്ക് തിരിച്ച് പോയിട്ട് വാതിലടയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ മുകളിലേക്കും കയറി പോവാണ്. പിന്നീട് വൈജയന്തി ഫോണിൽ സംസാരിക്കുന്നത് കേട്ടോണ്ടാണ് കേട്ടോ ബബിത അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ ശിവേട്ടനോടാണ് സംസാരിക്കുന്നത്, ഞാനിങ്ങോട്ട് ഭിക്ഷ യാചിച്ച് വന്നതൊന്നുമല്ല, അതുപോലെ തന്നെ ബാലേന്ദ്രൻ ഇങ്ങനെ നെടുമ്പുറയ്ക്കൽ വീട്ടിൽ സിറ്റ് ഔട്ടിൽ നിന്നിട്ട് എന്നെ കൈ കാണിച്ച് വിളിച്ചപ്പോൾ കയറി വന്നതുമല്ല, എൻ്റെ അച്ഛനും അമ്മയും നല്ല അന്തസ്സായിട്ട് ഇങ്ങനെ താലപ്പൊലിയും നിറപറയൊക്കെ എടുത്ത് ഇങ്ങോട്ട് കല്യാണം കഴിച്ച് വിട്ടത് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ആരുടെ അടിമയായിട്ട് കിടക്കൊന്നും വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ബാലേന്ദ്രനെ എന്നെ മക്കളെ ഒന്നും കാണണ്ട, ഏത് സമയവും അലീന മതി, അവൾ ഫുഡ് കൊടുത്താൽ മതി, അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ മതി, മക്കളോട് പോലും ദേഷ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശിവേട്ടനെയാണല്ലോ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ശിവേട്ടനാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ബാലേന്ദ്രനെ ഒരു രോഗിയല്ലേ, അയാളുടെ ഇഷ്ടത്തിന് വിട്ടേക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതൊക്കെ നമ്മളെ അപമാനിക്കുന്നതിന് തുല്യല്ലേ, അപ്പോൾ ഇതിനൊരു അറുതി വരുത്തണ്ടേ എന്നൊക്കെ വൈജയന്തി ശിവേട്ടനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശിവേട്ടനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതൊക്കെ വേണം, പക്ഷേ അയാളിപ്പോൾ ഒരു രോഗിയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നാണ്, ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പറയട്ടോ. അപ്പോൾ നീ എടുത്ത് ചാടി ഒരു തീരുമാനം എടുക്കരുത്, നീ എങ്ങോട്ടാണ് പോകുന്നത് വൈജി എന്നൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ എങ്ങോട്ടേലും പോവും, എന്തായാലും എൻ്റെ ആങ്ങളമാർ 3 പേരും കൂടെ ചേർന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്ന് പറയും. ആരുടെ അടിമയായിട്ട് കിടക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയട്ടെ, എന്തായാലും ഞാൻ വെക്കുകയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് വൈജയന്തി കോള് കട്ട് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഡ്രസ്സെല്ലാം എടുത്ത് ട്രോളി ബാഗിലാക്കിയിട്ട് വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ബബിത ചോദിക്കുന്നുണ്ട് കേട്ടോ, അമ്മ എന്ത് കണ്ടിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്, അമ്മ എവിടേക്കാണ് പോണേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ മനസ്സില്ല എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, എനിക്കിവിടെ ഒരു പട്ടിയുടെ വില പോലും ഇല്ല, അങ്ങനെ ആരുടെ അടിമയായിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, നിൻ്റെ അച്ഛൻ വടിയെടുത്തത് നീയും കണ്ടതാണല്ലോ എന്ന് പറയുമ്പോൾ അത് അച്ഛൻ വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാവും എന്ന് പറയുമ്പോൾ, അങ്ങനെ ദേഷ്യം പിടിപ്പിക്കാനാണെങ്കിലും വിഷപ്പാമ്പുകൾ ഇങ്ങനെ വീടിനുള്ളിലേക്ക് വലിഞ്ഞു കയറുമ്പോൾ അവരെ അടിച്ച് ഇങ്ങനെ ഓടിക്കാനുള്ള ആ വടിയാണ്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം, എനിക്ക് ആരുടെ അടിമയായിട്ട് ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആരുടെ അടിമയല്ല, ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറയട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അലീന തിരിച്ചു പോവാതെ വൈജയന്തി തിരിച്ചു വരില്ല എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് വൈജയന്തി അവിടുന്ന് ഇറങ്ങുന്നത്. ബബിതയാണെങ്കിൽ പോവല്ലേ അമ്മ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ട് പോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വൈജയന്തി പറയുന്നത്, നീ ഇവിടെ നിൻ്റെ അച്ഛൻ്റെ കൂടെ നിന്നോ, ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, എനിക്ക് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയാൻ മനസ്സില്ല എന്നാട്ടാ പറയുന്നത്. അങ്ങനെ പിന്നെ ട്രോളി ബാഗൊക്കെ കാറിൻ്റെ ഡിക്കിയിൽ വെച്ചിട്ട് വൈജയന്തി അങ്ങ് കയറി പോവും. ബബിതയാണെങ്കിൽ സങ്കടപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബബിത ബാലചന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മയുടെ സാധനങ്ങളെല്ലാം എടുത്ത് ട്രോളി ബാഗിലാക്കി ഇവിടുന്ന് പോയി എന്ന് പറയൂ കേട്ടോ. അപ്പോൾ പോയിക്കോട്ടെ എന്നാണ് ബാലേന്ദ്രൻ പറയുന്നത്. അമ്മ ഇനി അലീന ഇങ്ങനെ ഇവിടുന്ന് പോവാതെ തിരിച്ചു വരില്ല എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ തിരിച്ചു വരണ്ട എന്നാണ് ബാലേന്ദ്രനാണെങ്കിലും പറയുന്നത്. അത് കഴിഞ്ഞ്, അച്ഛാ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ചെറിയ വഴക്കൊന്നുമല്ല, ഒരു കുടുംബം കലങ്ങി കുളം തോണ്ടാനുള്ള അത്രയും മാത്രം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്ന് പറയട്ടോ. അപ്പോൾ അച്ഛനൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ പോരെ എന്നിങ്ങനെ ബബിത ചോദിക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ 22 വർഷം ക്ഷമിച്ചു കൊടുത്തല്ലോ, ഇനി നീ പോയിട്ട് നിന്റെ അമ്മേനോട് പറയേ ക്ഷമിച്ചു തുടങ്ങാനേ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് അലീനേനെ പറഞ്ഞു വിട്ടാൽ അമ്മ തിരിച്ചു വരും, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും എന്ന് പറയാൻ തുടങ്ങുമ്പോൾ അലീന എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ തിരുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു, അലീന ചേച്ചിന്ന് കേട്ടോ. അപ്പോൾ അലീന ചേച്ചീനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ അമ്മ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ, അങ്ങനെ നിൻ്റെ അമ്മ തിരിച്ചു വരണ്ട എന്നാണ് കേട്ടോ ബാലേന്ദ്രനാണെങ്കിലും പറയുന്നത്. ബബിതയാണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു, അമ്മ ഇല്ലാത്ത വീട് എന്ത് വീടാ അച്ഛാന്ന്. അപ്പോൾ അമ്മ ഇല്ലാത്ത വീട് അങ്ങനെയുള്ള വീടുകളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അലീന ചേച്ചീനെ പറഞ്ഞു വിട്ടാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ, അലീനേനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ അച്ഛൻ ഇവിടുന്ന് പോകും,
പോവും, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അച്ഛനുണ്ടാവില്ല എന്നും ബബിതേനോട് പറയുകയാണ് കേട്ടോ. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. പിന്നെ ബബിതയാണെങ്കിൽ അവിടെ നിന്ന് പോവാണ് കേട്ടോ. എന്നിട്ട് അലീനയുടെ അടുത്ത് ചെന്നിട്ടാണ് പറയുന്നത്. വൈജയന്തി പോയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അലീന ചോദിക്കുന്നുണ്ടായിരുന്നു മേഡം എങ്ങോട്ട് പോയി എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം അലീന കാരണമാണല്ലോ പോയത്, അങ്ങനെയാണ് ബബിതയും സംസാരിക്കുന്നത്. നീ ഒറ്റ ഒരുത്തി കാരണമാണ് എൻ്റെ അമ്മ ഇവിടുന്ന് പോയത് എന്ന് പറയുമ്പോൾ അതുപോലെ മേഡം സാറും തമ്മിലുള്ള വഴക്കിനിടയിൽ എന്നെ നീ കക്ഷി ചേർക്കണ്ട, നിനക്കൊക്കെ എന്തറിയാം എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിനക്ക് ആകെ അറിയാവുന്നത് നിൻ്റെ കോളേജും നിൻ്റെ കൂട്ടുകാരും നിൻ്റെ ബോയ് ഫ്രണ്ടും ഒക്കെ അല്ലേ. നീ നിൻ്റെ അമ്മേനോട് ചെന്ന് ചോദിക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നിൻ്റെ അമ്മ നല്ലതാണെങ്കിൽ നിനക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞിട്ട് അലീനയാണെങ്കിലും അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നേ. പിന്നീട് വൈജയന്തി ആകെ ടെൻഷൻ അടിച്ച് പോകുന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വൈജയന്തിയുടെ മാനേജർ വിളിക്കുന്നുണ്ട്. അപ്പോൾ കോളൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഫോൺ എടുത്ത് നോക്കിയിട്ട് അവിടെ തന്നെ വെക്കുകയാണ്, ബാഗിൽ തന്നെ വെക്കുകയാണ്. അത് കഴിഞ്ഞ് അലീന പിന്നെ മുത്തശ്ശീനോട് ചെന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു. വൈജയന്തി പോയ കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോ. മാഡം എല്ലാം പാക്ക് ചെയ്ത് ഇവിടുന്ന് ഇറങ്ങി പോയിട്ടുണ്ട് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോൾ അവൾ എവിടെ പോകാനാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അലീനയും പറയുന്നുണ്ടായിരുന്നു കൊല്ലപ്പള്ളിയിലേക്ക് ആയിരിക്കും പോയിട്ടുണ്ടാവുക എന്ന് പറയുന്നത്. അലീന അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ് കേട്ടോ. അലീനയോട് ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ബബിതയാണല്ലോ കൊണ്ടു കൊടുത്തത്. അപ്പോൾ ആ സമയത്ത് സാറിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ സാറിന് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞിട്ടും മേഡാണെങ്കിൽ ബബിതേനെ കൊണ്ട് തന്നെ ഫുഡ് കൊണ്ട് കൊടുപ്പിച്ചു. സാറിനാണെങ്കിൽ ഞാൻ തന്നെ ഫുഡ് കൊണ്ട് കൊടുത്താൽ മതി, അതൊക്കെ അറിയാവുന്ന മേഡത്തിനൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ പോരെ, സാർ ഒരു രോഗിയല്ലേ, ഇങ്ങനെ മേഡത്തിൻ്റെ ഭർത്താവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മേഡം അവിടെ വാശി കാണിച്ചു. അപ്പോൾ ബാലേന്ദ്ര സാറിനാണെങ്കിൽ അത് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് പാമ്പിനെ അടിക്കുന്ന വടിയെടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ ഇവിടുന്ന് പോവാതെ മേഡം ഇങ്ങോട്ട് തിരിച്ചു വരുന്നു തോന്നുന്നില്ല, എന്നെ ഇവിടുന്ന് എന്തായാലും മേഡം പറഞ്ഞയക്കും എന്ന് പറയുമ്പോൾ ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷേ ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം സാർ ഇവിടുന്ന് പോകും എന്നാണ് പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ പറയാതെ പോയാലോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കും കേട്ടോ. അപ്പോൾ പറയാതെ പോകാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല, അപ്പോൾ പറയാതെ ഞാൻ പോയിട്ടുണ്ടെങ്കിലും സാർ എന്താ ചെയ്യുക, എങ്ങനെയാണ് പ്രതികരിക്കുക എന്നറിയില്ല. സാറ് ചിലപ്പോൾ ഇവിടുന്ന് എല്ലാവരെയും പറഞ്ഞു വിട്ട് ഇങ്ങനെ വീടും പൂട്ടി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകും എന്ന് പറയുമ്പോൾ അങ്ങനെ അവൻ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ മാഡം സാറും തമ്മിലുള്ള വഴക്ക് കൂടുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകൂട്ടോ മുത്തശ്ശി എന്ന് പറയും. ആ സമയത്ത് മുത്തശ്ശിയും പറയുന്നുണ്ടായിരുന്നു എനിക്ക് അങ്ങോട്ടെങ്കിലും പോകാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും പോയേനെ, കമലയുടെ അടുത്തേക്ക് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ കൂടി വയ്യ, എൻ്റെ ഒരു ഗതികേട് എന്നൊക്കെ പറയും കേട്ടോ. പിന്നീട് വൈജയന്തി ആണെങ്കിൽ കമലയുടെ അടുത്തേക്ക് തന്നെയാട്ടോ ചെന്നിട്ടുള്ളത്. അപ്പോൾ കമലയാണെങ്കിലും വൈജയന്തിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് ഇതെന്താ ഈ സമയത്ത് എന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി പറയും എനിക്കിങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വരാൻ ഇങ്ങനെ സമയം നോക്കേണ്ട കാര്യമുണ്ടോ, ഇത് ഞാൻ ജനിച്ച് വളർന്ന തറവാടാണെന്ന് പറയുമ്പോൾ നിനക്ക് ഏത് സമയം ഇങ്ങോട്ട് വേണമെങ്കിൽ വരാം, അതിന് ഞാനൊന്നും പറഞ്ഞില്ല എന്ന് കമല പറയും കേട്ടോ. എന്നിട്ട് പിന്നീട് അകത്ത് കയറിയിട്ട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു ഞാൻ ശിവേട്ടനെ വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയട്ടെ. അപ്പോൾ എന്തോ പ്രശ്നം ഉണ്ടാക്കി പോകുന്നതെന്ന് കമലയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വൈജയന്തി വന്നൊന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. മുഖത്ത് അതൊക്കെ കാണാനുണ്ടായിരുന്നു കമലയുടെ. എന്നിട്ട് പിന്നെ എന്താ പ്രശ്നങ്ങളെന്ന് ചോദിക്കും. അപ്പോൾ വൈജയന്തി അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാണ്. ഇപ്പോൾ ഏത് സമയം ഇങ്ങനെ അലീനേനെ കണ്ടാൽ മതി, എൻ്റെയും മക്കളെ ഒന്നും കാണണ്ട, ബാലേന്ദ്രനെ അവൾ ഫുഡ് കൊടുത്താൽ മതി, അവൾ ഇങ്ങനെ കുളിപ്പിച്ചാൽ മതി, കുറി തൊട്ട് കൊടുത്താൽ മതി, എല്ലാം അലീനമയാണ് എന്ന് പറയും കേട്ടോ. അപ്പം അങ്ങനെ അവിടെ പിടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് എന്തായാലും വഴക്കിട്ടിട്ട് പോകുന്നതാണല്ലോ. അലീനനെ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇനി അങ്ങോട്ട് തിരിച്ചു പോവുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ആങ്ങളമാർ 3 പേരും കൂടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറയും. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു ഗംഗേട്ടൻ തീരുമാനം ഉണ്ടാക്കിയിട്ടല്ലേ പോയതെന്ന്. അപ്പോൾ വൈജയന്തി ചോദിക്കുകയാണ് എൻ്റെ മുഖത്തടിച്ച് എന്നെ ഉപദേശിച്ചിട്ട് പോയതാണോ തീരുമാനം ഉണ്ടാക്കലേ എന്ന് ചോദിക്കൂട്ടെ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു അത് ഗംഗേട്ടൻ ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമല്ലേ നിൽക്കുള്ളൂ എന്ന്. അപ്പോൾ വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. വൈജയന്തി ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ മുഖത്തടിച്ച് എന്നെ ഉപദേശിച്ചിട്ട് പോയതാണോ ന്യായം എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ന്യായം അല്ലല്ലോ ഗംഗേട്ടൻ്റെ ന്യായം, അതുകൊണ്ട് പറഞ്ഞാന്ന് പറയൂ കേട്ടോ. പിന്നീട് എന്തായാലും അലീന തിരിച്ചു പോവാതെ അവിടുന്ന് പോവില്ല എന്ന് പറഞ്ഞ് ഒരേ നിൽക്കുകയാണ് കേട്ടോ വൈജയന്തി ആണെങ്കിലും. പിന്നീട് മനുവിനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട്. മനു ആണെങ്കിലും അലീനയുടെ സൈഡാണല്ലോ, അപ്പോൾ അതിന് കുറേ മനുവിനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിന് കമലയും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ രാജീവൻ വരുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ടായിരുന്നു വൈജയുടെ പ്രശ്നത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന്. രാജീവൻ പറയും ഞാൻ എന്തിനും റെഡിയാണ്, തല്ലണമെങ്കിൽ തല്ല, കൊല്ലണമെങ്കിൽ കൊല്ലാന്ന് പറയട്ടെ. അപ്പോൾ കമല പറയും കൊല്ലൊന്നും വേണ്ട, വൈജയുടെ ഭർത്താവല്ലേ ജീവിച്ചിരുന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ.